കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ് പ്രഖ്യാപിക്കുക. അതിൽ പ്രധാനപ്പെട്ട പേരുകളൊക്കെ കൺസിഡർ ചെയ്യും. അതിനനുസരിച്ച് ഫൈനൽ അതോറിറ്റി ഹൈക്കമാൻഡാണ്. അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയും രംഗത്ത് വരും. തീർച്ചയായിട്ടും. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പരാതി UDFന്റെ സിറ്റിംഗ് സീറ്റുകൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ, LDFന്റെ സീറ്റ് ജയിച്ചിട്ടില്ല എന്നാണല്ലോ. ആ പരാതി നിലമ്പൂരിൽ ഞങ്ങൾ പരിഹരിക്കും. ഉപതെരഞ്ഞെടുപ്പിൽ ആര് പിന്തുണ നൽകിയാലും അത് സ്വീകരിക്കും. അല്ല, ഞാൻ പറഞ്ഞ അത് പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിനെക്കുറിച്ച് ഇപ്പം ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധി തൽക്കാലം പൊളിക്കില്ല. മരിച്ച ഗോപന്റെ കുടുംബാംഗങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷം തീരുമാനമെടുക്കുമെന്നാണ് തിരുവനന്തപുരം സബ് കളക്ടർ ആൽഫ്രഡ് അറിയിച്ചിട്ടുള്ളത്. കല്ലറ പൊളിക്കുന്നതിനെ കുടുംബവും ഒരു വിഭാഗം സംഘടനകളും എതിർത്തിരുന്നു. രാവിലെയാണ് സമാധി തുറന്ന് പരിശോധിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയത്. തുടർന്ന് സബ് കളക്ടർ ആൽഫ്രഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. ഇതോടെ നാട്ടുകാരും ചില സംഘടനകളും പ്രതിഷേധവുമായി വന്നു. പ്രതിഷേധക്കാരെ മാറ്റിയ ശേഷം തുറന്ന് പരിശോധിക്കാനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും പിന്നീട് നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. സംഘർഷാവസ്ഥയുള്ളപ്പോൾ നമ്മളിപ്പോൾ ഇന്നത് ചെയ്യുന്നതുകൊണ്ട് നാളെ ഈ ഒരു സ്ഥലത്ത് ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം നമുക്ക് അതുകൂടി പണിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ തീരുമാനിച്ചത്. അവരോട് നമ്മൾ ലീഗൽ ആംഗിൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. DYSP അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവർ ഓക്കെ ആണെന്നുള്ളൊരു കാര്യം നമ്മൾ അവരോട് തന്നെ ചോദിക്കണം. കുറച്ച് പേരുടെങ്കിലും ആരോപണം ഇതിലിപ്പം എന്താണ് നമ്മൾ ഒരു റിലീജിയസ് ആംഗിൾ അല്ലെങ്കിൽ കമ്മ്യൂണൽ ആംഗിൾ കൊണ്ടുവരാൻ നോക്കുന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്യൂർലി ലീഗൽ ബേസിസിൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളൊരു ഉത്തരവിൻ്റെ ഒരു കോപ്പി ഇപ്പം നമ്മളത് അഡ്വക്കേറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവരത് ലീഗലി ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ട്. ഒരു വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ആവശ്യമുണ്ട്. അടുത്ത നടപടിക്രമം നമ്മൾ നാളെ രാവിലെ നമുക്ക് കുറച്ച് റിപ്പോർട്ടും കൂടെ കിട്ടാനുണ്ട്. നമ്മളൊന്നും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോലീസിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൺസൾട്ട് ചെയ്തിട്ട് ബാക്കി ആ ഒരു സ്ഥലത്തെ ഇപ്പം നിലവിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. സബ് കളക്ടർ ആൽഫ്രഡിന്റെ വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. നെയ്യാറ്റിൻകരയിലെ ദുരൂഹമായിട്ടുള്ള സമാധി വിവാദത്തിൽ കല്ലറ പൊളിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു. ബന്ധുക്കളുടെ ഭാഗം കൂടിയാണ് ഇനി കേൾക്കാനുള്ളത്. അത് കേട്ടതിന് ശേഷമാണ് തീരുമാനമുണ്ടാവുക. കല്ലറ പൊളിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരിൽ ചിലരും പൊളിക്കരുത് എന്നാവശ്യപ്പെട്ട് മറ്റൊരു വിഭാഗം നാട്ടുകാരും രംഗത്ത് വന്നത് അത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് പോകുമോ എന്നുള്ള ഉത്കണ്ഠ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കല്ലറയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച ഭാര്യയെയും മക്കളെയും ബലം പ്രയോഗിച്ച് നീക്കിയതിൻ്റെ ദൃശ്യങ്ങളാണ് നേരത്തെ നമ്മൾ കണ്ടത്. പോലീസിൻ്റെ നടപടി ഏകപക്ഷീയമാണ് എന്നാണ് കുടുംബം പറയുന്നത്. നേരത്തെ കല്ലറ പൊളിക്കാനായിട്ട് കളക്ടർ ഉത്തരവിറക്കിയിരുന്ന കാര്യം ഓർക്കുക. നെയ്യാറ്റിൻകര DYSPക്കാണ് സുരക്ഷാ ചുമതല നൽകിയിട്ടുള്ളത്. വീട്ടുവളപ്പിൽ ക്ഷേത്രവും പൂജയും നടത്തിയിരുന്ന ഗോപൻ സ്വാമിയെന്ന് അവകാശപ്പെട്ടിരുന്ന ആ വ്യക്തിയെ വ്യാഴാഴ്ച പുലർച്ചെയാണ് മക്കളും ഭാര്യയും ചേർന്ന് കോൺക്രീറ്റ് അറയുണ്ടാക്കി സമാധി ഇരുത്തിയതായിട്ട് പറയപ്പെടുന്നത്. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം സമാധി ഇരുത്തിയെന്നാണ് മക്കളുടെ ഭാഷ്യം. എന്നാൽ കൊലപ്പെടുത്തി എന്നുള്ള സംശയം നാട്ടുകാർ ഉന്നയിച്ചു. ഇതോടുകൂടിയാണ് പോലീസ് അവിടെ ഇടപെട്ടത്. പിതാവിനെ മക്കൾ സമാധി ഇരുത്തി എന്ന് പറയുന്ന കാര്യത്തിൽ ബന്ധുക്കളുടെ മൊഴികളിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്, പൊരുത്തക്കേടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ജീവനോടെയാണ് സമാധി ഇരുത്തിയത് എന്ന് തെളിഞ്ഞാൽ മക്കളും ഭാര്യയും കൊലക്കേസിൽ പ്രതികളാവും. ഗോപൻ സ്വാമി എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന നാട്ടുകാരിൽ ചിലർ പറയുകയും ചെയ്തിരുന്ന നെയ്യാറ്റിൻകര ആറാലുംമൂട് സിദ്ധൻ ഭവനിൽ മണിയൻ എന്ന ഗോപനെയാണ് 2 ആൺമക്കളും ഭാര്യയും ചേർന്ന് വീട്ടുമുറ്റത്ത് കോൺക്രീറ്റ് അറയുണ്ടാക്കി സമാധിയിരുത്തിയത് എന്ന കാര്യം ഓർമ്മിക്കുക. മരണസമയം മുൻകൂട്ടി കണ്ട അച്ഛൻ അവിടെ ഇരുന്ന് സമാധിയായി എന്നാണ് ഇളയ മകൻ്റെ അവകാശവാദം. വീട്ടിൽ കിടന്ന് മരിച്ച അച്ഛനെ കോൺക്രീറ്റ് തറയുടെ സ്ഥലത്ത് കൊണ്ട് സമാധിയിരുത്തിയെന്നാണ് മൂത്ത മകൻ മൊഴി നൽകിയിരിക്കുന്നത്. 2 ദിവസമായി കിടപ്പിലായിരുന്ന ഗോപൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നുപോയി സമാധി സ്ഥലത്ത് ഇരിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് മറ്റൊരു ബന്ധു മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെ മൊഴികളിലെ പൊരുത്തക്കേടുണ്ട്. പിന്നെ മരണവിവരം ആരെയും അറിയിക്കാത്തതൊക്കെ
ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ജീവനോടെയാണോ കോൺക്രീറ്റ് അറയ്ക്കുള്ളിൽ ഇരുത്തിയത് ആണ് ഇനി അറിയാനുള്ളത് എന്നതും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ജില്ലയിലെ കൂടുതൽ സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 43ആയി. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പത്തനംതിട്ട DYSP S നന്ദകുമാറാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. തന്നെ പീഡിപ്പിച്ചതായി പെൺകുട്ടി പറഞ്ഞ 64 പേരിൽ 62 പേരെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മൊഴിയിൽ പറയുന്ന ചില ആളുകൾ ജില്ലയ്ക്ക് പുറത്താണ് എന്നാണ് വിവരം. ജില്ലയ്ക്ക് പുറത്തും അന്വേഷണം നടത്തും. അറസ്റ്റിലായവരിൽ 30 വയസ്സിന് താഴെയുള്ളവരാണ് ഏറെയും. +2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിലും പഠിക്കുന്നവർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തുടങ്ങിയവരെല്ലാവരും ഈ പ്രതിപട്ടികയിലുണ്ട്. ഇവരുടെ എല്ലാം മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തു. പലരും മറ്റ് ക്രിമിനൽ കേസുകളിലും പ്രതികളാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സ്വാഭാവികമായോ അസ്വാഭാവികമായോ ഈ ഒരു പ്രവൃത്തിയിലേക്ക് അവർ ചെന്ന് പെട്ടതല്ല, മറിച്ച് ഇവരിൽ പലരുടെയും പശ്ചാത്തലത്തിൽ ക്രിമിനൽ കേസുകളിൽ നേരത്തെ പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ അറസ്റ്റിലായവരിൽ 3 പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നുള്ളതും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഓർക്കുക, ഡൽഹിയിൽ നിർഭയ കേസ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തതിൻ്റെ കേസിൽ പ്രതികൾ പുറത്തു വന്നപ്പോൾ അതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സമാനമാവുന്ന രീതിയിൽ സംസ്ഥാനത്തും പ്രായപൂർത്തിയാകാത്തവർ ബലാത്സംഗ കേസുകളിൽ പ്രതികളാക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് അതിൻ്റെ ഗുരുതരാവസ്ഥ വർദ്ധിപ്പിക്കുന്നു എന്ന് ആണ് സാമൂഹ്യ നിരീക്ഷകരും മനഃശാസ്ത്ര വിദഗ്ധരുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശത്തുള്ള ഒരു പ്രതിയുണ്ട്. ആ പ്രതിക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലെ ഈ പീഡനക്കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP പറയുന്നത്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് സമാനമായ സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറുന്നു എന്നുള്ളത് നമ്മളെ ആകെ ലജ്ജിപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന, തലതാഴ്ത്തേണ്ടി വരുന്ന സാഹചര്യമാണ്. 5 വർഷക്കാലമായി പീഡനത്തിന് വിധേയമായ ഈ പെൺകുട്ടിയുടെ പീഡന കാര്യങ്ങൾ പുറത്ത് അറിയാതിരുന്നത്, അല്ലെങ്കിൽ ആ കുട്ടി പുറത്ത് പറയാതിരുന്നത്, അതല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് എന്ന് തീർച്ചയായും